ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ബീഫ് എങ്ങനെയാണ് ഈ അച്ചാർ അല്ലെങ്കിൽ ഫ്രൈ രീതിയിലാക്കുന്നത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ബീഫിൻ്റെ പ്രിപ്പറേഷൻ ഫുൾ അച്ഛനാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അച്ഛൻ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുവാണ്. കൂടെ കാശിക്കുട്ടനും കൂടിയിട്ടുണ്ട്. ഞാൻ വ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ അവനും കൂടെ ഇറങ്ങി. ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ബീഫ് കുക്കറിലേക്കിട്ട് 1-2 വിസിൽ കേൾക്കുന്ന ടൈമിലൊന്ന് വേവിച്ചെടുക്കണം. കാശിക്കുട്ടൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. കാശിക്കുട്ട ഒരു ഹായ് പറ. ഹായ് ഹായ്. ഇടാൻ പോവാണ് സുഹൃത്തുക്കളെ. അതെ സുഹൃത്തുക്കളെ, ദാപ്പാപ്പനകത്തോട്ട് കയറിയിരിക്കുന്നു. അതെ സുഹൃത്തുക്കളെ. അങ്ങനെ ബീഫ് അച്ഛൻ കുക്കറിലാക്കിയ നേരം കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ അമ്മയും അച്ചാമ്മയും കൂടെ വെളുത്തുള്ളി പൊളിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അമ്മയ്ക്കും അച്ചാമ്മയ്ക്കും ഒക്കെ ക്യാമറയുടെ മുമ്പിൽ വരാൻ വലിയ ചമ്മലാണ്. അതിൻ്റെ ഒരു ചമ്മലാണ് അച്ചാമ്മയുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം മാറ്റിയെടുക്കണം. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നല്ല ചൂട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വറുത്തെടുക്കണം. നല്ല സൂപ്പറായിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബീഫ് വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയില്ലെന്നുണ്ടെങ്കിൽ അച്ചാർ കൂടുതൽ നാൾ ഇരിക്കത്തില്ല, പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ഫ്രൈ ആയി കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാവാണ്ടിരിക്കും. കാശിക്കുട്ടൻ നല്ല ത്രില്ലിലാണ് കേട്ടോ. അവൻ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ്. അവന് ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത്.
അങ്ങനെ ഫ്രൈ ചെയ്ത ബീഫ് ഞങ്ങൾ മാറ്റി വെച്ചു. ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് താളിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ എണ്ണയിൽ കിടന്ന് നല്ല ഫ്രൈ ആവുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മസാലകളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് നിറം കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്ന മസാലകൾ. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യമേ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ആഡ് ചെയ്യത്തില്ല. മല്ലിപ്പൊടിയും ചേർക്കത്തില്ല. പിന്നെ നമ്മൾ മറ്റേ ബീഫിൻ്റെ മീറ്റ് മസാല ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി. ഇപ്പം തന്നെ വായിൽ കപ്പലൂറുന്ന ടൈപ്പിലുള്ള മണമാണ് വരുന്നത്. അടിപൊളി സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.